എന്താ പങ്കജം, നീ എവിടെ പോയി വരികയാണ്? എന്റെ കുഞ്ഞിന് തീരെ വയ്യ അമ്മേ. ഗൃഹത്തിൽ ഒരു പിടി അരി പോലുമില്ല. അദ്ദേഹം ജോലിക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് 10 വീടുകളിൽ ചെന്ന് കുറച്ച് അരി വീതം കടം വാങ്ങിക്കൊണ്ടുവന്നത്. അത്രയ്ക്ക് കഷ്ടമാണോ? വിഷമിക്കണ്ട, ദൈവം നിനക്കൊരു വഴി കാണിച്ചു തരും. ഞാൻ സാക്ഷാൽ ഭഗവാനിലാണ് വിശ്വസിക്കുന്നത്. ആ ഭഗവാൻ എനിക്കൊരു നല്ല വഴി കാണിച്ചു തരും. അത് വളരെ ശരിയാണ്. നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ ഒരിക്കലും മടിക്കരുത്. എന്നെ കൊണ്ട് കഴിയും വിധം ഞാൻ നിന്നെ സഹായിക്കാം. എന്ന് ഞാൻ പോയി വരാം. ശരി, പോയി വരൂ. ഭരത, ലക്ഷ്മണ, ശത്രുഘ്ന, നിങ്ങൾ ഈ വീതിയിൽ നിന്ന് മറ്റു വീടുകളിൽ നിന്ന് ഭിക്ഷ യാചിച്ചിട്ട് വരൂ. ഞാൻ ഈ വീട്ടിൽ പോയി ഭിക്ഷ യാചിച്ചിട്ട് വരാം. ശരി ജ്യേഷ്ഠ. ഭവതി ഭിക്ഷാന്തേഹി. അയ്യോ, ഏതോ ഒരു ബ്രഹ്മചാരി ഭിക്ഷയ്ക്ക് വന്നതാണെന്ന് തോന്നുന്നല്ലോ. എൻ്റെ കയ്യിലാണെങ്കിൽ ഈ കാണുന്ന അരി മാത്രമല്ലേ ഉള്ളൂ. ഇത് അദ്ദേഹത്തിന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അകത്ത് കിടക്കുന്ന എൻ്റെ കുഞ്ഞിന് ഞാൻ എങ്ങനെയാണ് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുക? ഭവതി ഭിക്ഷാന്തേഹി. ഭഗവാനെ, വീണ്ടും ആ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തോട് വീട്ടിൽ അരിയില്ല, പോയിട്ട് പിന്നെ വരുമെന്ന് പറയാ? വേണ്ട, ഭഗവാൻ അയച്ചതായിരിക്കും. ഇതിലൊരു പിടിയെങ്കിലും അദ്ദേഹത്തിന് കൊടുത്തയക്കാം. രാമചന്ദ്രമൂർത്തിയോ? ഞങ്ങളുടെ രാജകുമാരനാണോ ആശ്രമവാസിയായി ഈ പാവപ്പെട്ടവളുടെ വീട്ടിൽ വന്ന് ഭിക്ഷ യാചിക്കുന്നത്? അങ്ങേക്ക് ഞാൻ എങ്ങനെയാണ് ഒരു പിടി അരി തന്ന് പറഞ്ഞയക്കുന്നത്? ഭഗവാൻ അയച്ചതാണ്. ഇദ്ദേഹത്തിന് മുഴുവൻ അരിയും കൊടുത്തുവിടാം. താൻ പ്രസവിച്ച മകനു വേണ്ടി ഭിക്ഷയാചിച്ചു കൊണ്ടുവന്ന ആ അരി നമുക്ക് ഭിക്ഷയായി നൽകി പോവുകയാണല്ലോ ഈ അമ്മ. ഈ നല്ല ജീവന് നാം എന്തെങ്കിലും നന്മ ചെയ്തേ മതിയാകൂ. ധാന്യലക്ഷ്മി. സ്വാമി, അടിയനെ വിളിച്ചതിന്റെ കാരണം എന്താണ്? അല്പം മുമ്പ് എനിക്ക് ഭിക്ഷ നൽകാനായി മുമ്പിൽ വന്ന നീ തൻ്റെ ദാരിദ്ര്യത്തെപ്പോലും മറച്ചു വെച്ചുകൊണ്ട് എന്നെ സഹായിച്ച ഈ വീട്ടിലെ മഹാലക്ഷ്മിക്ക് അന്നത്തിനൊരിക്കലും മുട്ടില്ലാതിരിക്കാൻ ദേവിയുടെ കൃപ ചൊരിയണം. അങ്ങയുടെ കൽപ്പന പോലെ തന്നെ ചെയ്യാം സ്വാമി. വിട തന്നാലും പ്രഭു. എന്താ ഇത്? എന്റെ ഗൃഹം മുഴുവൻ ധാന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ. അരി, ധാന്യങ്ങൾ. രാമ, അത് ശ്രീരാമൻ തന്നെയാണ് എന്റെ കഷ്ടതകൾ കണ്ട് കണ്ണു തുറന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശക്തി അറിയാതെ ഉണ്ടായിരുന്ന അരി മുഴുവൻ എടുത്തു കൊടുത്തല്ലോ എന്ന് സംശയിച്ചു മഹാപാപിയായ ഞാൻ 2 പിടി അരി മാത്രമേ നൽകിയുള്ളൂ. അതിന് ഇത്രയും ധാന്യങ്ങളോ? രാമ, രാമചന്ദ്രമൂർത്തി, രാമ, ശ്രീരാമചന്ദ്രമൂർത്തി, രാമ, രാമ, ശ്രീരാമചന്ദ്രമൂർത്തി, തിരുമനസേ, തിരുമനസേ, ശ്രീരാമചന്ദ്രമൂർത്തി, പ്രഭു, പ്രഭു, പ്രഭു. അങ്ങ് ദൈവ ചൈതന്യത്തോട് ജനിച്ചവ മാത്രമല്ല, സത്യമായും ദൈവം തന്നെയാണ്. സത്യമായും ദൈവം തന്നെയാണ്. ഞാൻ കടമായി വാങ്ങിക്കൊണ്ടുവന്ന 2 പിടി അരി മാത്രമാണ് അങ്ങയ്ക്ക് ഭിക്ഷയായി തന്നത്. പക്ഷേ
എന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് അറിഞ്ഞ അവിടുന്ന് അങ്ങയുടെ ദയ കൊണ്ട് എന്റെ ഗൃഹം മുഴുവൻ ധാന്യങ്ങൾ കൊണ്ട് നിറച്ചുവല്ലോ ഭഗവാനെ. പ്രഭോ പ്രഭോ, ഞാൻ എത്ര ജന്മം എടുത്താലും അങ്ങയുടെ പാദസേവ ചെയ്തുകൊണ്ടിരിക്കും. തിരുമനസേ, അങ്ങയുടെ ദാസിയായിരിക്കും. അമ്മേ, അനാവശ്യമായി എന്നെ പുകഴ്ത്താതിരിക്കൂ. നടന്നതെല്ലാം തന്നെ അമ്മ വിശ്വസിക്കുന്ന ആ നാരായണന്റെ ചെയ്തികൾ തന്നെയാണ്. കരയാതിരിക്കൂ അമ്മേ. ആ നാരായണനെ തന്നെ നമസ്കരിക്കൂ. അമ്മയ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല. നാം പോയി വരാം. അരുന്ധതി, എന്താ ഇത്? ദശരഥപുത്രന്മാരെ നമ്മുടെ ആശ്രമത്തിലെ പശുക്കളെ മേയ്ക്കാൻ വിട്ടിരിക്കുകയാണോ? സ്വാമി, ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞതാണ്. രാമൻ പറഞ്ഞത് ഇത് ശിഷ്യന്മാരായ ഞങ്ങളുടെ കടമയാണ്, തടുക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളോടൊപ്പം പശുക്കളെ മേയ്ക്കാൻ കൊണ്ടുപോയി. അവരുടെ അവസ്ഥ കണ്ടാണോ നീ ഇങ്ങനെ കരയുന്നത്? നീ തന്നെ ഇങ്ങനെ മനസ്സു നൊന്ത് നിന്നാൽ ആ 4 പുത്രന്മാരെ പ്രസവിച്ച അമ്മമാരുടെ അവസ്ഥയോ? അവരുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും. ഇല്ല സ്വാമി, ഞാൻ മനംനൊന്ത് കരഞ്ഞതല്ല. മിണ്ടാപ്രാണികളായ പശുക്കളെ കാലാകാലങ്ങളിലായി മേയിച്ച് കാത്തുരക്ഷിക്കുന്ന ആ ഭഗവാൻ ഇന്ന് നമ്മുടെ ആശ്രമത്തിലെ പശുക്കളെ മേയ്ക്കണമെങ്കിൽ ആ പശുക്കൾ എന്തുമാത്രം പുണ്യം ചെയ്തിട്ടുണ്ടാവും എന്ന് ചിന്തിച്ച് ആനന്ദത്തിൽ എന്റെ കണ്ണുകൾ കലങ്ങിയതാ. എന്താ ജ്യേഷ്ഠ, എന്തുകൊണ്ടാണ് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരുന്നത്? ഒന്നുമില്ല ലക്ഷ്മണ, കാലിൽ മുള്ളുകൊണ്ട് കേറിയതാ. എന്താ ജ്യേഷ്ഠ, സൂക്ഷിച്ചു നടന്നു വരണ്ടേ? ശരി, ഈ മുള്ള ഞാനെടുത്തു തരാം. ശത്രുഘ്നാ, ഞാൻ ഇനിയും എത്രയോ തവണ ഈ വനത്തിലേക്ക് വരേണ്ടി വരും അല്ലേ? ആ സമയത്ത് എൻ്റെ കാലിൽ മുള്ളുകൊണ്ടാൽ ഞാൻ തന്നെ അത് എടുക്കാൻ ശീലിക്കേണ്ടതല്ലേ? ആയതിനാൽ ഞാൻ തന്നെ മുള്ളെടുത്തിട്ട് വരാം. നിങ്ങൾ യാത്ര തുടർന്നോളൂ. ശരി ജ്യേഷ്ഠ. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. ശ്രീരാമചന്ദ്ര പ്രഭുവിന് നമസ്കാരം. താങ്കൾ? പ്രഭു, അങ്ങേക്ക് നമ്മെ അറിയില്ലേ? ഇത് ഞാനാണ് ധന്വന്തരി. ദേവാസുരന്മാർ പാലാഴി കടഞ്ഞ സമയത്ത് ആ കടലിൽ നിന്ന് വന്ന ദേവവൈദ്യനാണ് ഞാൻ. പ്രഭു, അങ്ങയുടെ കാലിൽ തറച്ച മുള്ളിനെ ഈ ഞാൻ എടുത്തു തരാം. ബഹുമാന്യനായ ദേവവൈദ്യ, ഞാൻ എനിക്കറിയാവുന്ന വൈദ്യം ഉപയോഗിച്ച് എന്നെ ഞാൻ തന്നെ ചികിത്സിച്ചു കൊള്ളാം. താങ്കളുടെ സഹായത്തിന് നന്ദി. പൊയ്ക്കോളൂ. പ്രഭു, അങ്ങയുടെ കാലിൽ തറച്ച മുള്ളെടുക്കാൻ എനിക്ക് അനുവാദം തരുന്നില്ല. കുഴപ്പമില്ല. ദേവന്മാർക്കും സന്യാസിമാർക്കും വേണ്ടി അങ്ങ് മനുഷ്യപ്പിറവി എടുത്ത് അങ്ങയെ തന്നെ കഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അങ്ങയ്ക്ക് പകരം ആ പശുക്കളെ മേയ്ക്കാനുള്ള അവസരമെങ്കിലും എനിക്ക് തരണം. ബഹുമാന്യനായ ധന്വന്ത്രി, ഞാനിപ്പോൾ വസിഷ്ഠമുനിയുടെ ശിഷ്യനാണ്. ഗുരുസേവ ചെയ്യേണ്ടത് ശിഷ്യന്റെ കർത്തവ്യമാണ്. അങ്ങ് പൊയ്ക്കുള്ളൂ. ശരി പ്രഭു, അങ്ങയുടെ അവതാര ലക്ഷ്യം പൂർത്തിയാകട്ടെ.
സ്വാമി, ഈ കുട്ടികളോട് എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ ഇങ്ങനെ വിറക് കെട്ടുകൾ ചുമന്നുകൊണ്ട് വരികയാണല്ലോ. അത് കഷ്ടമല്ലേ? അരുന്ധതി, നീ ഒന്നും മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. അവർക്ക് ഈ വിറകുകെട്ട് ചുമക്കുന്നത് ഒരു കഷ്ടമേ അല്ല. എന്തെന്നാൽ അവർ ഈ ലോകത്തെ തന്നെ ചുമക്കുന്നവരാണ്. രാമ, നിങ്ങൾ 4 പേരും കൈകാലുകൾ ശുദ്ധമാക്കിയ ശേഷം സായാഹ്ന പൂജയ്ക്ക് വന്നോളൂ. സ്വാമി, ഞാൻ പോയി സായാഹ്ന പൂജകൾക്കുള്ള ഏർപ്പാടുകൾ ചെയ്യാം. അങ്ങനെ ആകട്ടെ. ആ, രാമ. എന്തൊരു അതിശയകരമായ കാഴ്ച! രാജകുമാരന്മാർ 4 പേരും സാധാരണ കുട്ടികളല്ല, അവതാര പുരുഷന്മാരാണെന്ന് എന്റെ പതി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അവരുടെ അമ്മയായി നിന്നുകൊണ്ട് തന്നെ അവരെ സേവിക്കാൻ അവസരം കിട്ടിയത് എത്ര വലിയ ഭാഗ്യമാണ്. കൗസല്യ, കൈകൈ, സുമിത്ര, അവർ 3 പേരും തനിച്ച് പ്രസവിച്ച ഈ കുഞ്ഞുങ്ങളെ ഇന്ന് ഈ ഉള്ളവൾ മാത്രം അനുഭവിച്ചു വരികയാണ്. ഇതിൽ കൂടുതൽ എന്തു പുണ്യമാണ് കിട്ടാനുള്ളത്? രാമ, പ്രഭോ, പ്രഭോ. അരുന്ധതി, എന്താ ഈ തിടുക്കപ്പെട്ട് ഓടി വരുന്നത്? നമ്മുടെ രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ 4 പേരും വെറും രാജകുമാരന്മാരല്ല, അവർ ദൈവീക പിറവികളാണെന്ന് അങ്ങ് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതല്ലേ? ആ സത്യം ഇപ്പോൾ ഞാൻ നേരിൽ കണ്ടിരുന്നു. സത്യമാണോ? അതേ സ്വാമി. കുറച്ചു മുമ്പ് ഞാൻ സായാഹ്ന പൂജക്കുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ രാമൻ തന്റെ സഹോദരങ്ങളോടൊപ്പം ഞാൻ നിവേദിക്കാൻ വെച്ചിരുന്ന പലഹാരങ്ങളെല്ലാം എടുത്ത് സഹോദരങ്ങൾക്കും കൊടുത്ത് അവനും ഭക്ഷിക്കുന്നതായ ഒരു തിരുക്കാഴ്ച ഞാൻ കണ്ടു. ആഹാ, അങ്ങനെയാണോ അരുന്ധതി? നീ സാക്ഷാൽ ഭഗവാനിൽ സംശയമുണർത്തിയതിനാൽ ആ ഭഗവാൻ തന്നെ നിനക്ക് തന്റെ ശരിക്കുമുള്ള സ്വരൂപത്തെ കാണിച്ചു തന്നതാണ്. അങ്ങനെയുള്ള കുട്ടികൾ ഇവിടെ സായാഹ്ന പൂജ ചെയ്യാൻ ഒരുങ്ങുന്നു. അവർ തന്നെ പൂജിക്കപ്പെടേണ്ടവരല്ലേ സ്വാമി? അരുന്ധതി, ഈ ലോകനീതിയിൽ ഞാൻ അവർക്ക് ഗുരുവാണ്. അവരെന്റെ ശിഷ്യന്മാരും. അതുകൊണ്ടാണ് സായാഹ്ന പൂജയിൽ അവരോട് പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. എന്നാൽ സത്യത്തിൽ എന്റെ മനസ്സിൽ ദിനംതോറും ശ്രീരാമനെ തന്നെയാണ് പൂജിച്ചു വരുന്നത്. ഗുരുദേവ, ഞങ്ങൾ പൂജയ്ക്കായി ശുദ്ധമായിരിക്കുന്നു. നന്നായി, വരൂ പോകാം. ആരാ ഇത്? വേലക്കാരി ഭദ്രയോ? എന്താടി ഇത്? സന്യാസികൾ ധരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം തട്ടത്തിൽ വെച്ച് കൊണ്ടുവരുന്നത് എന്തിനാടി? മഹാറാണിയാണ് മുത്തശ്ശി ഇതൊക്കെ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞത്. മഹാറാണിമാർ ഇതെടുത്തു കൊണ്ടുവരാൻ പറഞ്ഞെന്നോ? എന്തിനു വേണ്ടി? അറിയില്ലല്ലോ മുത്തശ്ശി. ഇപ്പോഴവരെവിടെയാണുള്ളത്? അകത്ത് സംസാരിച്ചോണ്ടിരിക്കുകയാണ് മുത്തശ്ശി. അവര് ഈയിടെയായിട്ട് ശരിയായി ഭക്ഷിക്കുന്നത് പോലുമില്ല, നേരത്തിനും കാലത്തും ഉറങ്ങുന്നത് പോലുമില്ല.
അവരിൽ നിന്ന് എന്തോ എടുത്തുകൊണ്ട് പോയതുപോലെ ബഹളങ്ങളൊന്നും ഇല്ലാതെ അലങ്കാരങ്ങളൊന്നും ചെയ്യാതെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ കാവ്യ വസ്ത്രങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുകയാണ് മുത്തശ്ശി. കാവ്യ വസ്ത്രങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞോ? ശരി ശരി, കാരണം എന്തെന്ന് ഞാൻ തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. മഹാറാണിമാരെ, മഹാറാണിമാരെ, മഹാറാണികളെ, മഹാറാണികളെ. മന്ദരെ, എന്തിനാണ് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി വരുന്നത്? ഞാൻ ശബ്ദമുണ്ടാക്കിയെന്നോ? നിങ്ങളുടെ പുതിയ നടപടിക്രമങ്ങൾ അറിയാത്തതുകൊണ്ട് പറഞ്ഞു പോയതാണ്. പുതിയ നടപടിക്രമങ്ങളോ? അതെന്താ? എന്താണെന്നോ? മണിമേടയിൽ ഈ കാവ്യവസ്ത്രങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞത് ആരാണ്? ഞങ്ങൾ കണിയാൻ വേണ്ടിയാണ് കൊണ്ടുവരാൻ പറഞ്ഞത്. കൈകൈ, നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടോ? ദശരഥൻ എന്താ വാനപ്രസ്ഥത്തിന് പോയോ? നിങ്ങൾ അവരുടെ പിന്നാലെ ഈ കാവ്യവസ്ത്രം അണിഞ്ഞുകൊണ്ട് ഋഷിപത്നിമാരെ പോലെ പോകാൻ? ഞങ്ങൾ ഋഷിപത്നികളെ പോലെ പോകുന്നില്ല. ഒരു ഋഷിപത്നിയെ സേവിക്കാൻ പോവുകയാണ്. എന്താ പറഞ്ഞത്? മഹാനായ കോസലന്റെ പത്നിമാരായ നിങ്ങൾ ഒരു ഋഷി പത്നിയെ സേവിക്കാൻ പോകുകയാണെന്നോ? ദേവിയെ സേവിക്കാൻ എണ്ണമറ്റ ജോലിക്കാരികൾ ഇവിടെ ഉള്ളപ്പോൾ മറ്റൊരുത്തിയെ സേവിക്കാൻ നിങ്ങൾക്കെന്താ സംഭവിച്ചത്? മന്ദരെ, ഞങ്ങളുടെ പുത്രന്മാരായ രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, അവരെ 4 പേരെയും മികവോടെയും വാത്സല്യത്തോടെയും വളർത്തി. അവരെ വസിഷ്ഠ മുനിയുടെ ആശ്രമത്തിൽ ചെന്ന് മുനിവര്യനെ ഏൽപ്പിച്ചു. ഞങ്ങളുടെ കൺമണികളെ പിരിഞ്ഞ് സമാധാനത്തോടെ ഇരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. മാതൃസ്നേഹത്താൽ ഞങ്ങളുടെ നെഞ്ച് ഏങ്ങുകയാണ്. ഞങ്ങളുടെ മക്കളില്ലാതെ ഈ അരമന എത്രത്തോളം അലങ്കരിച്ചു വച്ചു കഴിഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വാറ്റി വരണ്ട മരുഭൂമി പോലെയാണ്. അതുകൊണ്ടാണ് പുത്രന്മാരോടൊപ്പം പോയി താമസിക്കാമെന്ന് തീരുമാനിച്ചുറപ്പിച്ചത്. അവർ കഴിയുന്നത് ആശ്രമത്തിലാണ്. നിങ്ങൾക്ക് അവിടെ എങ്ങനെ നിൽക്കാൻ പറ്റും? എന്തുകൊണ്ട് സാധിക്കില്ല? ഞങ്ങളുടെ പുത്രന്മാരുടെ ഗുരുകുലവാസം കഴിയുന്നതുവരെ ഞങ്ങൾ വസിഷ്ഠ മുനിയുടെ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തിന്റെ പത്നി അരുന്ധതിക്ക് സഹായിയായി അവിടെയുള്ള ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പുത്രന്മാരോടൊപ്പം കഴിയാൻ സാധിക്കില്ലേ? ഓഹോ, ഇതിനു വേണ്ടിയാണോ കാവ്യുടിയാടകൾ കൊണ്ടുവരാൻ പറഞ്ഞത്? നല്ലത്. എന്നാൽ നിങ്ങൾ ഋഷിപത്നിയുടെ തോഴികളായി ചെല്ലൂ. നിങ്ങൾക്ക് പിറകെ മഹാരാജാവും വസിഷ്ഠമുനിക്ക് സേവ ചെയ്യാൻ കാവ്യവസ്ത്രം ധരിച്ച് ആശ്രമത്തിലേക്ക് വന്നുകൊള്ളും. ഈ അയോധ്യയുടെ രാജ്യഭരണം ആരും നോക്കാതെ അലങ്കോലമാകട്ടെ. മന്ദരെ, പിന്നെങ്ങനാ? പുത്രസ്നേഹത്താൽ നിങ്ങളുടെ അന്തസ്സും അഭിമാനവും എല്ലാം കൊണ്ടുപോയി ആശ്രമത്തിന്റെ വാതിക്കൽ കൊണ്ട് എറിയാൻ പോകുകയല്ലേ? മഹാറാണിമാരെ, നിങ്ങൾ 3 പേര് മാത്രമാണോ കുഞ്ഞുങ്ങളെ പ്രസവിച്ചത്? ദേവിമാരെ, സ്വന്തം കുഞ്ഞിനെ വിദ്യ അഭ്യസിപ്പിക്കേണ്ട നേരത്ത് അഭ്യസിപ്പിച്ച് അറിവുകൾ സ്വായത്തമാക്കി പരീക്ഷണങ്ങളിലൂടെ അവരെ മുന്നേറാൻ സഹായിച്ച് ലോകത്തിലെല്ലാവരും പുകഴ്ത്തുന്ന രീതിയിൽ നല്ല പുരുഷനായി മാറ്റുക എന്നതാണ് ഒരു മാതാവിന്റെ കടമ. മന്ദരെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പുത്രന്മാരെ കാണാതിരിക്കാനേ കഴിയുന്നില്ല. അതൊരു വലിയ വേദന തന്നെയാണ്. മഹാറാണിമാരെ, എനിക്കെന്താ കുഞ്ഞുങ്ങളോട് സ്നേഹമില്ലെന്നാണോ? ഉണ്ടല്ലോ. അവരുടെ ഭാവി കാലത്തെ ഓർത്ത് നമ്മളാണ് വാത്സല്യവും ആഗ്രഹവും അടക്കി വെക്കേണ്ടത്. അവർ തിരികെ വരുന്നതുവരെ ക്ഷമയോടെ ഇരിക്കൂ. ഭദ്രേ, ഈ വസ്ത്രങ്ങൾ എടുത്തോണ്ട് പോ. കണ്ണു തുടച്ച് മിണ്ടാതെ എന്റെ പിറകെ വാ.